നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. 18th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 ഒബ്സർവേഷൻസ്, പക്ഷേ സമ്മേഷൻ i ഈക്വൽ ടു 1 to 10 xi മൈനസ് ആൽഫയാണ് 2 തന്നിരിക്കുന്നത്. അതുപോലെ xi മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ 40 തന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ ആർ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. മീൻ ഓഫ് ദി ഒബ്സർവേഷൻ 6/5. അപ്പൊ നോക്കിയേ, മീൻ ഓഫ് എക്സൈസ് ആണ് 6/5. therefore മീൻ ഓഫ് xi മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ that is മീൻ ഓഫ് xi മൈനസ് ആൽഫ എന്നാണ് വരുന്നത്. മീൻ ഓഫ് xi മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഫോർമുല. മീൻ ഓഫ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്ന ആൽഫയിലേക്ക്. അപ്പൊ നമുക്കിവിടെ മീൻ ഓഫ് xi മൈനസ് ഓൺലി ആൽഫ. So what you get is, what is mean? What is mean of xi minus alpha? Sum is 2. So 2/10 equal to, you have a formula, 2/10 equal to mean of xi 6/5 minus alpha gives alpha equal to, I think alpha will be 1. ഇതാണ് പോയിന്റ്. ഈ റിസൾട്ട് ഓർമ്മയിൽ വരണം. മീൻ ഓഫ് xi മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് xi മൈനസ് ആൽഫ എന്നാണ്. എത്രയാ മീൻ ഓഫ് xi മൈനസ് ആൽഫ എഴുതുന്നുണ്ട്? സം ഓഫ് xi മൈനസ് ആൽഫ ബൈ നമ്പർ. നമ്പർ ഇവിടെ 10 ആണ്. സം ഓഫ് xi മൈനസ് ആൽഫ 2 ആണ്. അതുകൊണ്ടാണത് എന്തായി മാറിയത്? 2/10. xi മൈനസ് ആൽഫകളുടെ മീൻ എന്ന് പറഞ്ഞാൽ എത്ര xi മൈനസ് ആൽഫകളുണ്ട്? 10 xi മൈനസ് ആൽഫകളുണ്ട്. അതിന്റെ സമ്മിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീന. അതാണ് 2/10 എന്ന് വെച്ചാൽ 1/5 ഈസ് ഈക്വൽ ടു മീൻ ഓഫ് xi. അത് 6/5 ആയി തന്നിട്ടുണ്ട്. അതിന്ന് ആൽഫ കുറച്ചതിന് തുല്യമാണ്. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ 1/5 ഈക്വൽ ടു 6/5 മൈനസ് ആൽഫ. ആൽഫ ഈക്വൽ ടു 6/5 മൈനസ് 1/5 5/5. ആൽഫ ഈക്വൽ ടു 1 കിട്ടി. ആൽഫ ഈക്വൽ ടു 1 എന്ന് കിട്ടി. കാരണം മീൻ ഓഫ് xi മൈനസ് ആൽഫ ഈക്വൽ ടു മീൻ ഓഫ് xi മൈനസ് ആൽഫ. അതുപോലെ നമുക്ക് വേരിയൻസിന്റെ വേരിയൻസ് ഓഫ് മനസ്സിലാക്കേണ്ടത്, വേരിയൻസ് ഓഫ് xi, അതായത് വേരിയൻസ് VAR ഓഫ് xiയും വേരിയൻസ് ഓഫ് xi മൈനസ് ബീറ്റയും ഇവിടെ അതെ എപ്പോഴും ഈക്വൽ ആയിരിക്കും. വേരിയൻസ് ഓഫ് xiയും വേരിയൻസ് ഓഫ് xi മൈനസ് ബീറ്റയും എപ്പോഴും ഈക്വൽ. ഡാറ്റകൾക്ക് ഒറിജിൻ ഷിഫ്റ്റിംഗ് നടത്തിക്കഴിഞ്ഞാൽ, ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് xiകളാണ്. ആ ഡാറ്റയായ xiകളുടെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് xi മൈനസ് ബീറ്റ ആയിട്ട് മാറുന്നത്. ബീറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ ഈസ് ഇൻഡിപെൻഡന്റ്. അതായത് വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ തിയറി. വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റയായ xi മൈനസ് ബീറ്റ ആയിട്ട് ഷിഫ്റ്റ് ചെയ്താലും xi മൈനസ് ബീറ്റ ഡാറ്റകളുടെ വേരിയൻസ് തന്നെയാണ് xi ഡാറ്റകളുടെ വേരിയൻസ്. അതുകൊണ്ട് നിങ്ങൾ എന്തെഴുതാം? വേരിയൻസ് ഓഫ് xiകൾ തന്നിട്ടുണ്ട് 84/25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? സമേഷൻ. എങ്ങനെയാണ് xi മൈനസ് ബീറ്റകളുടെ വേരിയൻസ് കാണുന്നത്? സമേഷൻ xi മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ബൈ ഒബ്സർവേഷൻസിന്റെ എണ്ണം 10 ആണ്, മൈനസ് സമേഷൻ ഓഫ് xi മൈനസ് ബീറ്റ ബൈ 10ന്റെ ദ ഹോൾ സ്ക്വയർ. അതിൽ 84/5 ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് xi മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട് 40/10. ഇത് നേരത്തെ പറഞ്ഞ പോലെ
-1/100 പുറത്ത് വെക്കാം. സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ അപ്ലൈ ചെയ്യണം. സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് ഐ മൈനസ് ബീറ്റ സമ്മേഷൻ 1. സമ്മേഷൻ 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. ബീറ്റയ്ക്ക് സമ്മേഷൻ കൊടുത്താൽ എത്ര മുതൽ എത്ര വരെയാണോ ഉള്ളത് വെച്ചാൽ ആ n ആയിരിക്കും. n ബീറ്റ ഇവിടെ 10 ആണ്. സോ ഇറ്റ് ഈസ് 10 ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 84/5 ഈസ് ഈക്വൽ ടു 40/10 ദാറ്റ് ഈസ് 4 മൈനസ് സമ്മേഷൻ എക്സ് ഐ. Summation xi can be calculated as it is obtained by from the expression summation I equal to 1 to 10 xi minus alpha equal to 2. അതിനകത്തിൽ സമ്മേഷൻ എക്സ് ഐ കണ്ടുപിടിക്കാം. എങ്കിലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് ദ വാല്യൂ ലൈക്ക് 10 ആൽഫ പ്ലസ് 2. ആൽഫ ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 1. ദാറ്റ് വിൽ ബി 12. സെപ്പറേറ്റ് ചെയ്യാം. 12 മൈനസ് 10 ബീറ്റ ദ ഹോൾ സ്ക്വയർ. അതിനകത്തുനിന്ന് ബീറ്റ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സമ്മേഷൻ എക്സ് ഐ 12 ആയത് നോക്കാം. ഇവിടെ സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഈസ് ഗിവൺ ആസ് 2 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 2. സോ ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് 10 ആൽഫ ഈസ് ഈക്വൽ ടു 2. സോ സമ്മേഷൻ എക്സ് ഐ ഈക്വൽ ടു 2 പ്ലസ് 10 ആൽഫ. ആൽഫ 1 ആയിരുന്നു. 2 പ്ലസ് 10 ഈക്വൽ ടു 12. അങ്ങനെയാണ് ഇവിടുത്തെ സമ്മേഷൻ എക്സ് ഐക്ക് 12 കൊടുക്കാനുള്ള കാരണം. ക്ലിയർ? ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? 84/5 ഈക്വൽ ടു 4 മൈനസ് 1/100 ഇൻറ്റു 12 മൈനസ് 10 ബീറ്റ ദ ഹോൾ സ്ക്വയർ സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ 2 ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. 6 മൈനസ് 5 ബീറ്റ 4. 84/5 equal to 4 minus 1/25 into 6 minus 5 beta the whole square. So anyhow 6 minus 5 beta is obtained by whole square is obtained as 16 gives 6 minus 5 beta is equal to plus or minus 4. Beta എപ്പോഴും എന്തായിരിക്കണം? ബീറ്റ ഷുഡ് ബി പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ ആവണമെങ്കിൽ യു ക്യാൻ ഹാവ് 4 എടുക്കുമ്പോൾ 6 minus 4 equal to 5 beta will not give an integer. Minus 4 എടുക്കുമ്പോൾ 10 equal to 5 beta gives beta equal to 2. 2 equal to 5 beta will not give beta is an integer. So the possibility is 2. Beta equal to 2. So very simple. Beta equal to 2, alpha equal to 1. You are asked to find out beta by alpha. Nothing. Beta by alpha is equal to 2 by 1 equal to 2. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണ്? മീൻ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഈസ് മീൻ ഓഫ് എക്സ് ഐ മൈനസ് ഓൺലി ആൽഫ. അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ഐ മൈനസ് ബീറ്റ. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. അതായത് എക്സ് ഐ ഡാറ്റയുടെ വേരിയൻസ് തന്നെയായിരിക്കും എക്സ് പ്ലസ് ഓർ മൈനസ് ആൽഫ അല്ലെങ്കിൽ എക്സ് പ്ലസ് ഓർ മൈനസ് ബീറ്റയുടെയും വേരിയൻസ്. എക്സ് പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്ന് പറയുമ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് നടക്കുകയാണ്. വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. അപ്പോൾ എക്സ് ഐ മൈനസ് ബീറ്റകളുടെ വേരിയൻസ്, എക്സ് ഐ മൈനസ് ബീറ്റ ഒരു ഡാറ്റ ആയിട്ട് എടുത്താൽ അതിന്റെ വേരിയൻസിന്റെ ഫോർമുലയാണ് ഇത്. അത് 84/5 ആണ്.
അതിനകത്ത് അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. എക്സ് ഐ മൈനസ് ബീറ്റ 40 തന്നിട്ടുണ്ട്. ഇതിവിടെ മാത്രം റിമൂവ് ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് ഐ നേരത്തെ നിന്ന് കണ്ടുപിടിക്കണം. സമ്മേഷൻ എക്സ് ഐ എങ്ങനെ കണ്ടുപിടിക്കും? 12 ആയിട്ട് കണ്ടുപിടിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 6 മൈനസ് ബീറ്റയ്ക്ക് +or-4 വരും. അതിൽ -4 കൊടുക്കുമ്പോഴേ ബീറ്റ ഇൻറ്റിജർ ആയിട്ട് കിട്ടുള്ളൂ, പോസിറ്റീവ് ഇൻറ്റിജർ. എത്ര കിട്ടുന്നത്? 2. ആൽഫ നേരത്തെ 1 ആയി കിട്ടുന്നു. സോ ബീറ്റ ബൈ ആൽഫ ഈസ് 2/1. ആൻസർ ഈസ് 2. Answer is 2. Option 1 is the answer.